ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയതല്ല, ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൊരു സീക്രട്ട് സാധനം കൂടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആദ്യം മണ്ണിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ട് അത് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, മണ്ണിൻ്റെ ചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മണ്ണിൻ്റെ ഇല ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും കുറച്ചും കൂടി ടേസ്റ്റ് ആണ്ട് എടുത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ആ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി പൊട്ടി വന്നതിന് ശേഷം 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂപ്പിച്ചെടുക്കുമ്പം തീ നല്ലോണം ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് നമുക്ക് കരിയണ്ട, മൂത്തിട്ടാന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല പൊടിയെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും എല്ലാം ഇട്ടെടുത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനൊന്ന് വേവിക്കാൻ വെക്കുക. എന്നിട്ട് അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് അടപ്പ് നോക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. ഞാൻ വേറെ വെള്ളമൊന്നും പ്രത്യേകിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൽ ചിക്കൻ്റെ ഈ വെള്ളം മാത്രം ഉറി വന്നത് തന്നെയാണ്. അങ്ങനെ ഇത് വറ്റി വന്നതിന് ശേഷം ഇനി ഇത് 1/4 വേവ് ഇനിയും ബാക്കിയുണ്ട്, പകുതി വേവ് ആയതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി മുറിച്ചിട്ടതും 2 തക്കാളി മുറിച്ചിട്ടതും 2-3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഉള്ളിയും തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ട് അതിൻ്റെ ആ വെള്ളവും എല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അത് വറ്റിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം ആ സീക്രട്ട് സാധനം എന്ന് പറഞ്ഞിട്ട് ഇത് 1 ടേബിൾ സ്പൂണ് ശർക്കര പൗഡറാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ടുമ്പോൾ ഈ ചിക്കൻ കറിക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്താലും മതി. എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു എരിവും പുളിയും മധുരവും എല്ലായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ കറി നല്ലോണം വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെള്ളം എല്ലാം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തിന്. ഈ കറി എന്തായാലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.